ഹായ്, ഇസ്രായേലിൽ നിന്നാണേ. നിങ്ങൾ ചുമന്ന മന്ദാരം കണ്ടിട്ടുണ്ടോ? ദാ ഈ കാണുന്നത് ചുമന്ന മന്ദാരമാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാമോ ചുമന്ന മന്ദാരത്തിൻ്റെ പൂക്കൾ കാണാൻ. വളരെ വലിപ്പമുള്ള നല്ല റെഡ് കളറിലുള്ള മന്ദാരം ചെടി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റെഡ് കളർ മന്ദാരം ചെടി കാണുന്നത് കേട്ടോ. ഒരേ മരത്തിൽ രണ്ട് കളറിൽ പൂത്ത് നിൽക്കുന്ന മന്ദാരം ചെടിയെ ഇന്ന് ഞാൻ കണ്ടു. ഗ്രാഫ്റ്റഡ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാവാമല്ലോ ഒരേ മരത്തിൽ രണ്ട് കളറിലുള്ള മന്ദാരം പൂത്ത് നിൽക്കുന്നത്. നല്ല വലിപ്പത്തിൽ ഉള്ള രണ്ട് കളറിലെ പൂക്കൾ തരുന്ന ഒരു മന്ദാരം ചെടി. നമ്മുടെ ഇവിടെ അടുത്തൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത് ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ചെടി മന്ദാരമാണെന്ന് മനസ്സിലായത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരം തന്നെയാണ്. പക്ഷേ അതിലും അപ്പുറത്ത് എന്നെ ആകർഷിച്ചത് ഈ മന്ദാരം പൂക്കളുടെ കളറുകളായിരുന്നു. റെഡ് കളർ മന്ദാരം ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കേ, തണ്ടുകൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ആ പോർഷനുകളിൽ ഇലകളില്ലാതെ നിറഞ്ഞു പൂത്ത് നിൽക്കുകയാണ്. പിന്നെ ഇനിയും വിടരാൻ വെമ്പി നിൽക്കുന്ന മൊട്ടുകളുണ്ട്, കുഞ്ഞു കുഞ്ഞായിട്ടുള്ള മുട്ടുകളുണ്ട്. ഒരു തണ്ട് നോക്കിക്കുക, അതിൽ ഇനിയും വിടരാൻ വേണ്ടി കുഞ്ഞു മുട്ടുകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇത്ര മനോഹരമായിട്ട് മന്ദാരം പൂത്ത് നിൽക്കുന്ന കാഴ്ച ഇന്നേ വരെ കണ്ടിട്ടുമില്ല. നമ്മുടെ നാട്ടിലെങ്ങും ഈ രണ്ട് കളറിലുള്ള മന്ദാരത്തെ ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് ഒരാളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ പർപ്പിൾ കളർ മന്ദാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ടെന്ന്. പക്ഷേ ഈ റെഡ് കളർ മന്ദാരം ആരും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഈ റെഡ് കളർ മന്ദാരം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും അവൈലബിൾ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോയുടെ അടിക്ക് വന്നിട്ടൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങളിവിടെ 24 hours ഡ്യൂട്ടിക്കാരാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ നല്ല കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ചെടികളെ പ്രണയിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ. നിങ്ങളൊക്കെ പുതിയ ചെടികളൊന്ന് പരിചയപ്പെടട്ടെ, കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്നൊക്കെ വെച്ചിട്ട് കൂടെയാണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ നിങ്ങൾക്കും കൂടെ പകർത്തി തരുന്നത് കേട്ടോ. എന്താ നോക്കിക്കേ, ഒരു മരത്തിൽ രണ്ട് കളറിൽ ഇങ്ങനെ മന്ദാരം പൂത്ത് നിൽക്കുന്ന കാഴ്ച എന്ത് ഭംഗിയിലാണെന്നറിയാമോ. ആ തണ്ടുകളിലൊക്കെ ഇലകളുണ്ട്, പക്ഷേ ഇങ്ങനെ മണ്ടയ്ക്കോട്ട് ഏറ്റവും മാന്നിത്തണ്ട് പോയിരിക്കുന്നിടത്ത് ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ട് നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. കണ്ടോ, ഇത് റെഡ് കളറാണ്. ഇതാ ഒരു മരത്തിൽ തന്നെ വന്ന് നിൽക്കുന്നതാണ് എന്നെ കൂടുതലും ആകർഷിച്ചത്. പിന്നെയാണ് ഞാൻ ഓർത്തത് ഗ്രാഫ്റ്റഡ് ആണല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത്തരമൊക്കെ പൂക്കൾ, അതായത് ഈ സമയത്ത് നമ്മുടെ ലെജസ്ട്രോമിയ, മന്ദാരം, പിന്നെ നമ്മുടെ കുപ്പി ബ്രഷ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ സീസണുകളിൽ, അതായത് നല്ല മാർച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോൾ തൊട്ടിട്ട് ഏപ്രിൽ മെയ് വാഹമരങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞ് പൂത്ത് വരും കേട്ടോ, ചൂട് സമയമായി വരുമ്പോഴേക്കും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ്. ഇത്ര മനോഹരമായ, അതായത് ഈ പൂവിൻ്റെ കളർ തന്നെ ഒരു വ്യത്യസ്തമായ കളറായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറുകളിൽ ഒന്നാണ് കേട്ടോ ഈ കളറ്. അപ്പോൾ ഈ മരത്തിൻ്റെ ആ മണ്ടച്ചില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നത്. ഒരുപാട് വലിപ്പമല്ല ഈ മരത്തിന്, അതൊരു സാധാരണ ഒരു മിനിമം വലിപ്പമൊക്കെ ഉള്ളൂ കേട്ടോ. അധികം വർഷത്തെ പഴക്കമൊന്നും ഈ മരത്തിനില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ കാഴ്ച സുന്ദരമായ കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഈ മന്ദാരം ചെടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല കാഴ്ചകൾ. വീണ്ടും നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം വീണ്ടും ആശംസിക്കുന്നു. ബൈ ബൈ.